ഒരേ സമയം രാഷ്ട്രീയ കരുത്തിന്റെ പേരിലും കേസുകളുടെയും വിവാദങ്ങളുടെയും പേരിലും അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ഇന്ന് നേരെ ചൊവ്വയിൽ പങ്കെടുക്കുന്നത്. കണ്ണൂർ കോട്ടയിൽ CPM-നെ അവരുടെ ശൈലിയിൽ തന്നെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയുമെന്ന് തെളിയിച്ച ശ്രീ കെ സുധാകരൻ. കണ്ണൂരിലെ ശക്തനായ നേതാവ്, കരുത്തനായ നേതാവ് എന്നൊക്കെ കെ സുധാകരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിൽ നിന്നുള്ള മര്യാദക്കാരനായ നേതാവ് എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്താ ഈ കണ്ണൂരായതുകൊണ്ട് മര്യാദ പാടില്ലെന്നുണ്ടോ? ഓരോരോ രാഷ്ട്രീയ നേതാവിൻ്റെയും പ്രവർത്തന ശൈലി അദ്ദേഹം ജീവിക്കുന്ന പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്കനുസൃതമായിട്ടാണ്. കണ്ണൂരിൽ CPM-ന്റെ മുഷ്കു രാഷ്ട്രീയത്തിനെതിരെയാണ് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോരാട്ടം. എന്റേത് മാത്രം, കോൺഗ്രസിൻ്റെത് മാത്രമല്ല. ഒരു മര്യാദ കെട്ടവനാണ് ഞാനെന്ന് ആരും പറയാറില്ല. ജോണിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും കണ്ണൂരിലെ ജനങ്ങൾക്കൊരു മര്യാദ കെട്ടവനാണ് ഞാനെന്ന് തോന്നിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇത്രയേറെ ഭൂരിപക്ഷം വന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ഉറച്ച സീറ്റായ കണ്ണൂർ പാർലമെന്റിൽ നിന്ന് ഞാൻ വിജയിക്കുമായിരുന്നില്ല.